നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നമ്മുടെ വീഡിയോ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസില് PSC പരീക്ഷ എഴുതാനിരിക്കുന്ന ആൾക്കാരാണ്? അതായത് PSC ഇപ്പൊ പ്രായപരിധിയൊക്കെ കൂട്ടിയില്ലേ, 36 എന്നുള്ളത് ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു അവസരം ഗംഭീരമാക്കാൻ ഇരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? താഴെ എസ് എന്നൊന്ന് പറയാമോ? കൂടാതെ ഈ ഒരു വീഡിയോയുടെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറെ ടിപ്സും കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. PDF വേണമെന്നുണ്ടെങ്കിൽ PDF എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനൽ ഞാൻ PDF എന്തായാലും ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തോളൂ. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഡെയിലി പ്രധാനപ്പെട്ട പത്രവാർത്തകളും കാര്യങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കമന്റിൽ ഹർഷിതം എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഏജ് ഓവർ ആവാൻ പോകുന്ന PSC ഉദ്യോഗാർത്ഥികൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്? അപ്പോ മിക്ക ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണ്? ആ തെറ്റ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് ഇതാ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചങ്ങ് പഠിക്കും. സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാറുണ്ടോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് PSC നിശ്ചിതമായ ഒരു സിലബസ് തന്നിട്ടുണ്ട്. ഈ സിലബസ് ഉണ്ടെന്ന് തന്നെ നിങ്ങൾ അറിയുന്നത്, മിക്ക ആൾക്കാരും അറിയുന്നത് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ആയിരിക്കും. പിന്നെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ഇപ്പോഴേ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഏജ് ഓവർ ആവാൻ പോകുന്ന ആൾക്കാരായാലും ഒരുപാട് നാളായിട്ട് പഠിക്കുന്ന ആൾക്കാരായാലും ആരായാലും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് കൊണ്ടുപോകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹർഷിതം എഡ്യൂടെക് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫാമിലി മെമ്പർ ആയിക്ക. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഏജ് ഓവർ ആകാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വയസ്സായില്ലേ, ഇനിയെങ്കിലും വല്ല ജോലിക്കും പൊക്കൂടെ? കുറെ നാളായിട്ട് പുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ്, വല്ലതും നടക്കുവോ? നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ ജോലി വാങ്ങി സെറ്റിലായി കഴിഞ്ഞു. സർക്കാർ ജോലി എന്നല്ല, ഏതെങ്കിലുമൊക്കെ ജോലി എന്നുള്ളതാണല്ലോ. ജോലി വാങ്ങി സെറ്റിലായി കഴിഞ്ഞു. നിനക്ക് മാത്രം ഇപ്പോഴും PSC പഠനമാണോ എന്ന് എന്തെങ്കിലും ചോദിക്കണം എന്ന് ഉറപ്പിച്ച ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കിയാണ് ആൾക്കാർ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ജോലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രമോഷൻ കിട്ടത്തില്ലേ, അയ്യോ ഇത്രയും സാലറിയേ ഉള്ളൂ, അങ്ങനെയൊക്കെ എല്ലാത്തിനും ആൾക്കാർക്ക് പരിഭവമാണ്. എന്തെങ്കിലും നമ്മളെ കാണുമ്പോഴത്തേക്കും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കറക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവരും ചോദിക്കുന്നത്. അല്ലാതെ പോസിറ്റീവായിട്ട് ചോദിക്കുന്ന ആൾക്കാർ 10% പോലും കാണത്തില്ല. 100-ൽ എടുത്തു കഴിഞ്ഞാൽ 10% പോലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ കാണത്തില്ല എന്നുള്ളതാണ് സത്യം. പ്രായം കൂടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്മർദ്ദമാണ്. ചുറ്റുപാടുകളിൽ നിന്നും സമ്മർദ്ദം, നാട്ടുകാരുടെ സമ്മർദ്ദം, കൂട്ടുകാരുടെ സമ്മർദ്ദം, എന്തിനേറെ പറയുന്നു വീട്ടിൽ നിന്ന് പോലും നിങ്ങൾ നല്ല രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് വ്യക്തമാണ്. കാരണം നമ്മളും പഠിച്ചു വന്ന ആളാണല്ലോ. അതായത് PSC പഠിച്ച് സർക്കാർ ജോലി വാങ്ങിയ ഒരാളാണല്ലോ. അപ്പൊ ഈ വഴിയിലൂടെ ഒക്കെ തന്നെ ഞാനും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ മിക്ക ആൾക്കാർക്കും പെട്ടെന്ന് പോയി PSC പഠിച്ച് ജോലി കിട്ടി, അങ്ങനെയല്ല. കുറച്ച് നാള് വർക്ക് ചെയ്ത് PSCയുടെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഒക്കെ വന്നാലേ നമ്മൾ പിന്നെ എഴുതുന്ന എല്ലാ ജോലിയും എല്ലാ പരീക്ഷയും നമുക്ക് പാസ് ആവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ PSCയുടെ റൂട്ട് പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു രീതികൾ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്, എനിക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റിയത്? ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ ക്രാക്ക് ചെയ്ത് പിടിച്ച ആളാണ്. അപ്പം അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോയിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പ്രായം ഒന്നിനും ഒരു വിഷയം അല്ല. ഇപ്പോ ലാസ്റ്റ് മിനിറ്റ് പഠിച്ച് കയറുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ അവർക്ക് വരെ പറ്റിയില്ലേ? അപ്പൊ അവർക്ക് പറ്റാനുള്ള കാര്യം എന്താണ്? അവർ ഇത്രയും നാളും പഠിച്ചു, പക്ഷേ അവർക്ക് ജോലി നേടണം എന്നുള്ള ഊർജം അല്ലെങ്കിൽ മനസ്സിലൊരു തീപ്പൊരി വന്നത് ആ അവസാനം ആ ഏജ് ഓവർ ആവാൻ പോകുന്ന ടൈമിലായിരിക്കും. നമ്മൾ എപ്പോഴും പറയണത്, നമ്മുടെ വീടിനടുത്തൊരു ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ലാസ്റ്റ് ചാൻസിലാണ് കയറിപ്പോയത്, അങ്ങനെ ചേച്ചിക്ക് പറ്റി എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കാം? അവർക്ക് ആ ലാസ്റ്റ് മിനിറ്റിൽ അവർക്ക് ഇതുകൊണ്ടേ അവർക്കിത് നേടിയേ പറ്റൂ
എന്നൊരു ചിന്ത വന്നു. അവരത് എങ്ങനെ ആയാലും ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് തന്നെ അവർ നേടിയെടുത്തു. ഓക്കെ, അപ്പൊ ഈ ലാസ്റ്റ് ചാൻസിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണ്ടേ? നിങ്ങൾക്ക് ഇനി റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണം. നിങ്ങളെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് PYQs ഒക്കെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച പരീക്ഷകൾ, മാക്സിമം പരീക്ഷകൾ നിങ്ങൾ എഴുതണം. മിക്കവരും പരീക്ഷകളെ പേടിക്കുന്ന ആൾക്കാരാണ്. അത് പറ്റത്തില്ല. പരീക്ഷകൾ എഴുതി തന്നെ പോയാൽ മാത്രമേ നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നെഗറ്റീവ് മാർക്ക്, പരീക്ഷാ ഹാളിലെ മെയിൻ വില്ലനായ നെഗറ്റീവ് ഒഴിവാക്കാനും നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക്, നല്ല റാങ്കിലേക്ക്, ഒരു 100-നകത്ത് റാങ്ക്, അതാണ് നമ്മുടെ ലക്ഷ്യം, 100-നകത്ത് റാങ്കിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതിനൊരു ഗൈഡൻസിന് വേണ്ടി ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 2 പരീക്ഷകളാണ് ഞാൻ പറയുന്നത്, LDCയും LGSഉം. LDCക്കും LGSനും ഒക്കെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ബാച്ചുകൾ അവൈലബിൾ ആണ്. പുതിയ ബാച്ച്, LDCയുടെ പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ടഡ്, 2-3 ദിവസം ആയതേ ഉള്ളൂ. ഇനി 30 സീറ്റും കൂടെ ബാക്കിയുള്ളൂ. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ പഠിക്കാനിരുന്ന ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. വീണ്ടും നിങ്ങളുടെ വർഷങ്ങൾ കടന്നു പോകത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഞാൻ പഠിച്ച് കഴിഞ്ഞിരിക്കും. നിങ്ങൾ ഈ ഒരു വർഷം എനിക്കിങ്ങ് തന്നേക്കും. ഒരു വർഷം ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അടുത്ത വർഷം PSC നടത്തുന്ന LDC പരീക്ഷ, ഞാൻ LDC പരീക്ഷ ക്രാക്ക് ചെയ്ത് സർക്കാർ ജോലി നേടിയ വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 100-നകത്ത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ 100-നകത്ത് നിങ്ങൾക്ക് റാങ്ക് വാങ്ങാൻ പറ്റും. പിന്നെ നോട്ട് എഴുതി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ ബാച്ചിനെ, പുതിയ LDC ബാച്ചിന് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി 1.5 വർഷത്തോളം, 1.5 വർഷത്തിലധികം വാലിഡിറ്റി കിട്ടും. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ വർഷം വരാനിരിക്കുന്ന ഏത് പരീക്ഷയായാലും അടുത്ത വർഷം വരാനിരിക്കുന്ന ഏത് പരീക്ഷയായാലും ഈ ഒരു ബാച്ച് തന്നെ മതി. ഈ ബാച്ച് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു പേരെ ഞാൻ എടുക്കത്തുള്ളൂ. എല്ലാരെയും കൂടെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബാച്ച് അല്ല. ഇനി 30 സീറ്റേ ബാക്കിയുള്ളൂ. അപ്പൊ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം, ശക്തമായി തന്നെ മുന്നേറാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ ആപ്പ് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഏത് ഫോണായാലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പിന്നെ ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അവരെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കയറ്റുക. ഈ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം പൂർണ്ണമായിട്ട് നിങ്ങൾ എനിക്ക് തരണം കേട്ടോ. കഴിഞ്ഞു പോയ പരാജയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഏജ് ഓവർ ആകാൻ പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുപാട് PSC പരീക്ഷകളോ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റീവ് പരീക്ഷകളോ ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ പരാജയപ്പെട്ട വ്യക്തികളായിരിക്കും. പക്ഷേ കഴിഞ്ഞു പോയ പരാജയങ്ങളൊന്നും നിങ്ങളെ തളർത്താൻ പാടില്ല. നിങ്ങളുടെ വിജയം ഇനി നിങ്ങളെ കാത്തിരിക്കാൻ പോവാണ്. അപ്പൊ നഷ്ടപ്പെട്ട വർഷങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ചിന്തിച്ചു കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് അടിച്ച് തുറന്ന പുസ്തകം നിങ്ങൾ അടച്ചു വെക്കും. അതുകൊണ്ട് ആ ഒരു ചിന്തയൊന്നും പാടില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാളും ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, നിങ്ങളുടെ മുന്നിലുള്ളത് വരാനിരിക്കുന്ന പരീക്ഷ. LDC തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ LDC ആണ് നിങ്ങൾ ഉന്നം വെക്കുന്നത്. ബാക്കി പരാജയങ്ങളൊക്കെ അങ്ങ് പൊക്കോട്ടെ. LDC പരീക്ഷയാണ് നിങ്ങൾ ഉന്നം വെക്കുന്നത്. നിങ്ങളുടെ ഡു ഓർ ഡൈ പോരാട്ടമാണ് നിങ്ങൾ ഇനി നടത്താൻ പോകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ അത് പൊരുതി നേടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ സ്വപ്നം, സർക്കാർ ജോലി എന്ന സ്വപ്നം എന്നേക്കുമായി അവസാനിപ്പിക്കും. ഏജ് ഓവർ ആവാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പം ലാസ്റ്റ് LDC ആയിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പോരാട്ടം തന്നെ ആയിരിക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ, ആ ഒരു സ്വപ്നം ഡ്രോപ്പ് ചെയ്യുക എന്ന ഓപ്ഷൻ നിങ്ങൾ എന്തായാലും തെരഞ്ഞെടുക്കത്തില്ലല്ലോ. അതിനല്ലല്ലോ നിങ്ങൾ വന്നത്. നിങ്ങൾ ജയിക്കാൻ വന്നവരല്ലേ? അല്ലേ കുട്ടികളെ, നിങ്ങൾ ജയിക്കാൻ വന്നവരല്ലേ? ആണെങ്കിൽ യെസ് എന്ന് താഴെ ഒന്ന് പറയൂ. നിങ്ങൾ ഊർജ്ജത്തോടെ പറയൂ, നിങ്ങൾ ജയിക്കാൻ വന്നവരാണ്, ജയിച്ചിട്ടേ പോകൂ എന്ന് താഴെ യെസ് എന്ന് പറയുക. ആ ഒരു ഊർജ്ജത്തോടെ നമ്മുടെ ആപ്പിലേക്ക് കയറി വരാവൂ. ഓക്കെ, ഇനി നമ്മുടെ പുതിയ ബാച്ചിന്റെ കാര്യം മറന്നു പോരുതേ. ഇനി ഏജ് ഓവർ ആവാൻ പോകുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞു, ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ 3 സ്റ്റെപ്പ് ഞാൻ എന്തായാലും നിങ്ങളെ കൊണ്ട് ആപ്പിൽ ഫോളോ ചെയ്യിപ്പിക്കും. നിങ്ങൾ ഇങ്ങ് വന്നാൽ മതി. ഞാൻ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏറ്റു.
ഓക്കെ. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് സിലബസ് മാത്രം പഠിക്കുക. LDC ഫോക്കസ് ആയിട്ട് പറഞ്ഞാൽ LDCക്ക് PSC ഒരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, എക്കണോമിക്സ്, കേരള ഗവർണൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ സിലബസ് PSC തന്നിരിക്കുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അല്ലാതെ കുറെ മെറ്റീരിയൽ അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി, ഞാൻ ഇന്ന് ഇത് പഠിക്കുന്നു, ഞാൻ പഠിച്ചു തീർത്തു, ഒരു കാര്യവുമില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞിരുന്നാലും നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നുമേ പെർഫോം ചെയ്യാൻ പോകുന്നില്ല, നെഗറ്റീവ് അടിക്കും എന്നുള്ളത് ഉറപ്പ്. ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യം, സിലബസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. PYQs ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു. SCRT നല്ലോണം പഠിച്ച മാത്രമല്ല റിപ്പീറ്റ് ആയിട്ട് റിവിഷൻ അടിച്ചുകൊണ്ടിരുന്നു, പരീക്ഷകൾ എഴുതി. അപ്പൊ ഞാൻ ഫോളോ ചെയ്ത ആ ഒരു മെത്തേഡ് നിങ്ങളെ കൊണ്ട് ഞാൻ എന്തായാലും ഫോളോ ചെയ്യിപ്പിക്കും. അപ്പൊ സിലബസ് മാത്രം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുമോ? അപ്പൊ നിങ്ങളുടെ പരീക്ഷ ഏതാണോ, ഇപ്പൊ LDC ആണോ, LGS ആണോ, ഡിഗ്രി ലെവൽ ആണോ, യൂണിഫോം ജോബ് ആണോ, ഏതാണെങ്കിലും ആ പരീക്ഷയുടെ സിലബസ് പ്രിന്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കുക. ആ സിലബസിലെ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതാണ് നിങ്ങളുടെ ആയുധം. സിലബസ് തീർത്തിട്ട് കാര്യം ഇല്ല. വേറെ രണ്ടാമത്തെ ആൾ ഇവിടെ നിൽക്കുവാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ പോട്ടെ PSC പാറ്റേൺ മാറ്റിയ ശേഷമുള്ള ചോദ്യ പേപ്പറുകൾ എടുക്കുവോ? അതായാലും മതി. 2021 തൊട്ടുള്ളത് മതി, അല്ലെങ്കിൽ 2019 തൊട്ടുള്ളത് നിങ്ങൾ എടുത്തോ. SCRTയും കൂടി ഉൾപ്പെടുത്തി വന്നിട്ടുള്ള 2018, 19 തൊട്ടുള്ള ചോദ്യ പേപ്പർ എടുത്തോ. അല്ലെങ്കിൽ നന്നായിട്ട് എഫേർട്ട് ഇടാൻ പറ്റുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചോദ്യ കടലാസുകൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണം. ചോദ്യ പേപ്പറുകളിലൂടെ വേണം നിങ്ങൾ എപ്പോഴും സഞ്ചരിക്കാൻ. അപ്പോൾ PSC എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന മേഖലകൾ, ആവർത്തിച്ച് ചോദിക്കുന്ന മേഖലകൾ കൃത്യമായി മനസ്സിലാക്കാനും PSCയുടെ പാറ്റേൺ, ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനും PYQ മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ 50% PYQs നിങ്ങൾ വിട്ടുകൊടുത്തേരെ. 50% ചോദ്യം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കും. ഓക്കെ. ഇനി അടുത്തത്, മൂന്നാമതെന്ന് പറയുമ്പോൾ കൃത്യമായ ടൈം ടേബിളും റിവിഷനും വേണം. അപ്പൊ നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിച്ചു വന്നാൽ പരീക്ഷാ സമയമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ സിലബസ് എങ്ങനെ തീർക്കാം എന്നുള്ള ഒരു കൃത്യമായ ടൈം ടേബിൾ നിങ്ങൾക്ക് വേണം, റിവിഷനും വേണം. ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ബാച്ച് ആയാലും ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതങ്ങ് വിട്ടേക്കും. റിവിഷനും ഞാൻ ഇഷ്ടംപോലെ സമയം തരുന്നുണ്ട്. LDC ഒക്കെ ആണെങ്കിൽ ഈ വർഷം അവസാനം പോർഷൻ തരുന്നിട്ട് അടുത്ത വർഷം നമ്മൾ ഫുൾ റിവിഷനാണ്. പരീക്ഷ വരെ റിവിഷൻ, എക്സാം ഇതൊക്കെ തന്നെ. PYQs വർക്കൗട്ട് അതൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ സമയം കണ്ടെത്തണം. രാവിലെ നേരത്തെ എണീറ്റ് സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ രാത്രി വൈകി പഠിക്കാൻ സമയം കണ്ടെത്തണം. കുടുംബത്തിന്റെ സമ്മർദ്ദം ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങൾ ഒരു കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ സമയം കണ്ടെത്തിയേ മതിയാകൂ. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം, തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രം പഠിക്കുക. ശനി ഞായറും ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലേ നിങ്ങൾ മുന്നോട്ട് പോകാവേ. എന്നും ആഴ്ചയിൽ 7 ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ പുതിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. പഴയത് അവിടെ കിടക്കും, പൊടി ആയിട്ട് അവിടെ കിടക്കും. പൊടി തട്ടി എടുക്കണ്ടേ? നമ്മൾ വീട്ടിലെ ഓരോ ഫർണിച്ചേഴ്സ് വാങ്ങുമ്പോൾ നല്ല പുത്തനായിട്ട് ഇരിക്കുവേ, ഇടയ്ക്കിടയ്ക്ക് പൊടി തട്ടിയില്ലെങ്കിലോ കാര്യമുണ്ടോ? അതങ്ങ് പഴകിയതുപോലെ ആയിപ്പോകും. അപ്പൊ അതുപോലെയാണ് നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളും. പൊടി തട്ടി എടുക്കണം. ആഴ്ചയിൽ 2 ദിവസം മസ്റ്റായിട്ടും ഞാൻ ആപ്പിൽ റിവിഷൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ തരത്തില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതി തന്നെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുമോ കുട്ടികളെ? ഓക്കെ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? അപ്പൊ മൊത്തത്തില് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. പ്രായം എന്നത് കേവലം ഒരു സംഖ്യ മാത്രമാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തിന്, നിശ്ചയദാർഢ്യത്തിന് എന്താ ആവശ്യമില്ല, പ്രായം ഇല്ല എന്ന് ഓർക്കുക. അതെപ്പോഴും നമുക്ക് ആഗ്രഹങ്ങൾ
ഒട്ടുമേ കുറവില്ല. പക്ഷെ അത് നേടിയെടുക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം എപ്പോഴും ഉണ്ടാകണം. ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് നിങ്ങൾ ഒഴുക്കുന്ന വിയർപ്പിനും കണ്ണീരും നാളെ നിങ്ങൾ വാങ്ങാൻ പോകുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നത് നമ്മുടെ വിഷയമാക്കരുത്. ഈ വീഡിയോ കണ്ടിറങ്ങുന്ന ഒരാളുടെയും വിഷയമാക്കരുത്. ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുനട്ട് മുന്നോട്ട് കുതിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്, സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം. നമ്മുടെ കോഴ്സിന്റെ കാര്യം കൂടി അവരോട് പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പോ ഈ ഒരു കുറച്ച് മിനിറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളിൽ വരുത്താൻ എനിക്ക് സാധിച്ചു എങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം. മാക്സിമം ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അതുകൊണ്ട് ടെലഗ്രാം ചാനലിന്റെ കാര്യം മറക്കണ്ട. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.